മുഖ്യമന്ത്രി ചർച്ചകളിൽ വി ഡി സതീശന് പരസ്യ പിന്തുണ നൽകിയ നിലപാട് മയപ്പെടുത്തി മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രി ആരാവണം എന്ന് ലീഗ് പറഞ്ഞിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം മീഡിയയോട് പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും സലാം പറഞ്ഞു. ജനവികാരം വി ഡി സതീശനാണെന്ന സാദിഖലി തങ്ങളുടെ പ്രസ്താവന കോൺഗ്രസിനകത്ത് ചർച്ചയാകുന്നതിനിടെയാണ് PM സലാമിന്റെ വിശദീകരണം. അല്ല, ഞങ്ങളുടെ അഭിപ്രായം ആരാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ മാനദണ്ഡമൊക്കെയല്ലേ പറയുന്നുള്ളൂ. ഇത് UDF ആണോ കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതും നിയമിക്കുന്നതും UDFന്റെ മുഖ്യമന്ത്രിയായിരിക്കും. ആ തരത്തിൽ അത് സംബന്ധിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം UDFലെ എല്ലാ ഘടകകക്ഷികൾക്കും ഉണ്ടാവും. അവർ കോൺഗ്രസിന്റെ ഉന്നതരായ നേതൃത്വം ഹൈക്കമാൻഡ് ഞങ്ങളോട് അത് സംബന്ധിച്ച് അഭിപ്രായം ചോദിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മുസ്ലിം ലീഗ് ഒരുപാട് കാലം കേരളത്തിൽ ഭരണകക്ഷിയായിട്ടുണ്ട്. എന്ത് അരാജകത്താണ് കേരളത്തിലുണ്ടായത്? പക്ഷെ ഞാൻ വെള്ളാപ്പള്ളിക്ക് മറുപടി അറിയില്ല, അയാൾ മറുപടി അറിയിക്കുന്നില്ല. ഞങ്ങളത് അറിയിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാണ്. കുറെ കാലമായി അദ്ദേഹം 10-100-ലധികം കേസുകൾ നിലവിലുള്ളൂ. ആഭ്യന്തര വകുപ്പിന് പറയുന്നതിനനുസരിച്ച് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. യൂനുസ് അഹമ്മദ് വിവരങ്ങളുമായി ചേർന്നു. യൂനുസ്, സാദിഖലി തങ്ങളെ തള്ളുകയാണോ അതല്ല ആ പ്രസ്താവന വിശദീകരിക്കുകയാണോ സലാം ചെയ്തത്? അജിംസ്, സാദിഖലി തങ്ങളുടെ പ്രസ്താവന ഒന്നുകൂടെ വിശദീകരിക്കുകയാണ് PM സലാം ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രധാനമായി സാദിഖലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമ്മളെ ഒരു ചോദ്യം ചോദിച്ചു, മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു. ജനപിന്തുണ, പ്രത്യേകിച്ച് എക്സിറ്റ് പോൾ സർവേകൾ വന്നു. ആ എക്സിറ്റ് പോൾ സർവേകളിൽ വി ഡി സതീശനാണ് ഏറ്റവും കൂടുതൽ, UDFൽ ഏറ്റവും കൂടുതൽ പിന്തുണ വി ഡി സതീശനാണ്. ആ സാഹചര്യത്തിൽ വി ഡി സതീശനെയല്ലേ ലീഗ് പിന്തുണയ്ക്കേണ്ടതെന്ന രീതിയിലാണ് ചോദ്യം. അപ്പോൾ സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ്, ജനവികാരം അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ ജനവികാരത്തിനൊപ്പം ഹൈക്കമാൻഡ്, കോൺഗ്രസ് ഹൈക്കമാൻഡ് നിൽക്കണം. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണല്ലോ കോൺഗ്രസ് നേതാക്കൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് പരസ്യമായി തന്നെ വി ഡി സതീശനെ സാദിഖലി തങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ് ആ ഒരു പ്രസ്താവന ഉണ്ടായത്. ഇതിപ്പോൾ പൂർണ്ണമായി ഒരു വിശദീകരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PM സലാം. അദ്ദേഹം പറയുന്നത്, ഒരു പേര് മുസ്ലിം ലീഗ് നിർദ്ദേശിച്ചിട്ടില്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു പേരും മുസ്ലിം ലീഗ് നിർദ്ദേശിച്ചിട്ടില്ല. ഒരു മാനദണ്ഡം മാത്രമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞത്. ആ മാനദണ്ഡം ജനവികാരം എന്ന മാനദണ്ഡമാണ്. ജനവികാരം അറിയാം, അത് ലീഗ് പരസ്യമായി തന്നെ ജനവികാരം ആർക്കാണ് എന്ന് പറഞ്ഞതാണ്. അത് അല്പം ഈ കോൺഗ്രസിൽ ഇപ്പോൾ സജീവമായി ഒരു ചർച്ച നടക്കുന്ന സമയത്ത്, പലയിടങ്ങളിൽ വിമർശനം വരുന്ന സമയത്ത് നിലപാട് അല്പം മയപ്പെടുത്തുന്ന രീതിയിൽ, ആരെയാണ് എന്ന് പറയുന്നില്ല, പക്ഷേ ജനവികാരം എന്ന മാനദണ്ഡം ഉറപ്പാക്കണം. ആ ഒരു ജനവികാരം മാനിച്ചേ UDFന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അല്പം നിലപാട് മയപ്പെടുത്തുകയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ആരെന്ന് ലീഗ് പറയുന്നില്ല, വി ഡി സതീശനെന്നോ ഒരു പേരെടുത്ത് പറയാതെ ജനവികാരം മാനിച്ച് ആ ഒരു മാനദണ്ഡത്തിൽ UDF തീരുമാനമെടുക്കണം, കോൺഗ്രസ് തീരുമാനമെടുക്കണം എന്നുള്ളതാണ് അല്പം മയപ്പെടുത്തി മുസ്ലിം ലീഗ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വിമർശനം പൊതുവെ ഉയർന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, ലീഗ് UDF അധികാരത്തിൽ വന്നാൽ ലീഗ് ഭരിക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ ലീഗ് അഭിപ്രായം പറയുന്നു, ലീഗ് തീരുമാനിക്കുന്ന രീതിയിൽ ആ വിമർശനം ഉയർത്തി. അതിനും അദ്ദേഹം മറുപടി പറയുന്നത്, എന്ത് അരാജകത്വമാണ്, രാജ്യത്ത് അരാജകത്വം ഉണ്ടാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ലീഗ് അധികാരത്തിലെത്തിൽ. എന്ത് അരാജകത്വമാണ്? 60 വർഷത്തോളം ലീഗ് സമയങ്ങളിൽ ലീഗ് കേരളം ഭരിച്ചു. ആ സമയത്ത് എന്ത് അരാജകത്വമാണ് ഈ സംസ്ഥാനത്തുണ്ടായതെന്ന് PM സലാം ചോദിക്കുന്നു. മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവജ്ഞതയോടെ തള്ളിക്കളയുന്നുവെന്നും വെള്ളാപ്പള്ളിക്ക് മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലീഗ് പറയുന്നത് ഈ എല്ലാ UDFന്റെ മുഖ്യമന്ത്രിയാണ്. കാരണം ഒരു കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവാണെങ്കിൽ പോലും സർക്കാരിനെ നയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്, അത് UDFന്റെ മുഖ്യമന്ത്രിയാണ്. ആ സമയത്ത് എല്ലാ ഘടകകക്ഷികൾക്കും, മുസ്ലിം ലീഗിനും മറ്റുള്ള എല്ലാ ഘടകകക്ഷികൾക്കും അതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് എടുത്തു പറയുകയാണ് PM സലാം. അതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാ ഘടകകക്ഷികൾക്കുമുണ്ട്. ആ ഒരു കാര്യമാണ് മുസ്ലിം ലീഗ് പറയുന്നത്. ജനവികാരം എന്ന മാനദണ്ഡം മാത്രം, ഒരു പേരെടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ സാദിഖലി ശിഹാബ് തങ്ങളുടെ നിലപാട് അല്പം മയപ്പെടുത്തുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ്. അജിംസ്.